എട്ടാമത്തെ ചോദ്യം. Read the two statements below. Statement 1. The tangents to a circle from a point outside are equal. Statement 2. The tangent through a point on a circle is perpendicular to the diameter through the point. Now choose the correct answer from those given below. അതായത് ചുവടെയുള്ള രണ്ട് പ്രസ്താവനകൾ നോക്കുക. പ്രസ്താവന 1. വൃത്തത്തിന് പുറത്തെ ഒരു ബിന്ദുവിൽ നിന്നുള്ള രണ്ട് തൊടുവരകൾക്കും ഒരേ നീളമാണ്. പ്രസ്താവന 2. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടിയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. ഇനി താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ദ ടാൻജൻസ് ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ആർ ഈക്വൽ. അതായത് ഒരു സർക്കിൾ, ഈ സർക്കിളിലേക്ക് ഔട്ട്സൈഡ് പോയിന്റിൽ നിന്ന് വരുന്ന ടാൻജൻസുകളുടെ നീളം തുല്യമായിരിക്കും. ടാൻജൻസ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്നും, പുറത്ത് നിന്നുള്ള ഒരു പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ആ രണ്ട് തൊടുവരകളുടെ നീളം തുല്യമായിരിക്കും. നമ്മൾ PA = PB എന്നാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ദ ടാൻജന്റ് ത്രൂ എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. അതായത് പുറത്തു നിന്നുള്ള ഒരു ടാൻജന്റ് സർക്കിളിലെ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു. അതേ പോയിന്റിൽ നിന്നും വൃത്തത്തിൽ ഉണ്ടാകുന്ന വ്യാസം അഥവാ ഡയമീറ്റർ ഈ ടാൻജന്റിനോട് പെർപെൻഡിക്കുലർ അഥവാ ലംബമായിരിക്കും. ടാൻജന്റ് എന്ന പാഠത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു പോയിന്റ് എന്താണ്? ഒരു സർക്കിൾ. ഇത് ഈ സർക്കിളിന്റെ സെന്റർ ആണ്. സർക്കിളിലെ ഒരു പോയിന്റിലൂടെ പോകുന്ന ഒരു ടാൻജന്റ് ആണ് ഇത്. ഈ പോയിന്റിലേക്ക് സർക്കിളിന്റെ സെന്ററിൽ നിന്നൊരു റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ ഈ റേഡിയസ് അഥവാ ആരവും ഈ ടാൻജന്റ് അഥവാ തൊടുവരയും തമ്മിലുള്ള ആംഗിൾ അഥവാ കോൺ എന്നത് 90 ഡിഗ്രിയാണ്. ഇത് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ ആദ്യം പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ റേഡിയസ് നീട്ടി വരച്ചു കഴിഞ്ഞാൽ എന്തായി? ഇതിന്റെ ഡയമീറ്റർ, ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമായി. അപ്പൊ നമുക്ക് എന്ത് പറയാം? സർക്കിളിന്റെ ഡയമീറ്ററും ടാൻജന്റും തമ്മിലുള്ള ആംഗിളും 90 ഡിഗ്രിയാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. ഇനി നമ്മളോട് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അത് തെറ്റാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം എന്താണ്? ട്രൂ ആണ്. ഓപ്ഷൻ ബി പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്. പ്രസ്താവന 2 ശരിയും പ്രസ്താവന 1 തെറ്റുമാണ്. അതും എന്താണ്? തെറ്റാണ്. കാരണം രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഇനി ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. പ്രസ്താവന 2 എന്നത് പ്രസ്താവന 1 ശരിയാവാനുള്ള കാരണമാണ്. അതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഒരു സർക്കിൾ, ഈ സർക്കിളിന്റെ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന രണ്ട് ടാൻജൻസ്, ഇവയുടെ നീളം തുല്യമാണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സർക്കിൾ ടാൻജന്റിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് രണ്ട് ലൈൻസ് വരയ്ക്കുന്നു. ഇതെന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഇനി ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ടാൻജൻസുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് ഒരു ബൈസെക്ടർ വരയ്ക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം, റേഡിയസും ടാൻജന്റും തമ്മിലുള്ള കോൺ 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ പറഞ്ഞു OP എന്നത് ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആണ്. അതായത് ഈ ആംഗിളും അപ്പൊ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ട്രയാങ്കിൾസും സിമിലിയർ ആണ്, അഥവാ തുല്യമായ രണ്ട് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ റേഡിയസും ഈ രണ്ട് സൈഡുകളും തുല്യമാണ്. അതുപോലെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് OP ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസും അഥവാ കർണവും OP ആണ്. അതുപോലെ തന്നെ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണവും OP ആണ്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ മൂന്നാമത്തെ സൈഡാണ് ഈ PB എന്ന് വരുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡായ PAയും ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡായ PBയും എന്തായിരിക്കും? തുല്യമാണ്. കാരണം ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലിയർ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്നാണ് നമ്മൾ PA = PB എന്ന കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ്മെന്റ് 2 എന്നത് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവാനുള്ള കാരണമാണ്. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1 ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് 9ാമത്തെ ചോദ്യം. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ എ സിംഗിൾ ടേം ബി ആൻ ഓഡ് നമ്പർ? വൈ? പദങ്ങളെല്ലാം എണ്ണൽ സംഖ്യകളായ ഒരു സമാന്തര ശ്രേണിയിൽ ഒരേ ഒരു പദം മാത്രം ഒറ്റ സംഖ്യയാകുമോ? എന്തുകൊണ്ട്? അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ ഒരു സമാന്തര ശ്രേണി ഉണ്ട്. അതിൽ ഒരു പദം, ഒരു ടേം മാത്രം ഓഡ് നമ്പർ ആയി, അപ്പൊ ബാക്കിയെല്ലാം എന്തായിരിക്കും? ഈവൻ നമ്പർ അഥവാ രണ്ടക്ക സംഖ്യകളായിരിക്കും. അങ്ങനെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് പോസിബിൾ ആവുമോ എന്നാണ് ചോദിക്കുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് സെൻസ് വെച്ച് തന്നെ ചിന്തിക്കാം. ഒരിക്കലും ഒരു ഓഡ് നമ്പർ മാത്രമായിട്ടുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5, 6 എക്സെട്ര. ഇതിൽ തന്നെ എന്താണ്? ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകളും ഉണ്ട്, അതുപോലെ തന്നെ ഇരട്ട സംഖ്യകളും ഉണ്ട്. ഇനി ഇവൻ നമ്പേഴ്സ് മാത്രമായിട്ട് നമ്മളൊരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതുകയാണെങ്കിലോ അതിൽ ഇവൻ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, അതിൽ ഒറ്റ ഓഡ് നമ്പർ ആയിട്ട് ഇല്ല. ഇനി ഓഡ് നമ്പേഴ്സ് മാത്രമാക്കി എഴുതുമ്പോൾ അതിലെല്ലാം എന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ അവിടെയും എന്തല്ല, ഒറ്റക്ക സംഖ്യ, ഒരു പദം മാത്രം ഒറ്റക്ക സംഖ്യയായിട്ടുള്ള ഒരു ടേം ഇല്ല. ഇനി ജസ്റ്റ് റഫ് ആയിട്ട് നമ്മൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് 2, 5, 8, 11 എക്സെട്ര. ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഒരു ഈവൻ നമ്പർ, 2 എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അത് കഴിഞ്ഞപ്പോൾ എന്ത് വന്നു? ഒരു ഒറ്റക്ക സംഖ്യ വന്നു. വീണ്ടും ഒരു ഇരട്ട സംഖ്യ വന്നു. വീണ്ടും ഒറ്റ സംഖ്യ വന്നു. അപ്പോഴും എന്താണ്? ഇവനും ഉണ്ട്, ഓഡ് നമ്പറും ഉണ്ട്. അപ്പോ പ്രാക്ടിക്കബിളി അങ്ങനെ ഒരു അരിത്മെറ്റിക് സീക്വൻസ്, ഒറ്റ നമ്പർ മാത്രം, ഒറ്റ സിംഗിൾ ടേം മാത്രം ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യ ആയിട്ടുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്തല്ല, പോസിബിൾ ആവില്ല. ഇനി നമുക്കത് പ്രൂവ് ചെയ്യണം. എങ്ങനെ, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കുക? അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഒരു മെയിൻ കോൺസെപ്റ്റ് ആണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, രണ്ട് ഇവൻ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അതായത് ഇപ്പോ 2, 4 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2 തന്നെയാണ്. ഇനി 2ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 6ആണ്. അതൊക്കെ എന്താണ്? ഒരു ഇവൻ നമ്പേഴ്സ് അല്ലേ? അപ്പൊ 2 ഇവൻ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഇവൻ നമ്പർ ആയിരിക്കും. ഇനി 2 ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസമോ? 1ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5ൽ നിന്ന് 1 പോയാൽ 4, അതൊരു ഇവൻ നമ്പർ ആണ്. ഇനി 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5ൽ നിന്ന് 3 പോയാൽ 2, അതും എന്താണ്? ഒരു ഇവൻ നമ്പർ ആണ്. അപ്പൊ 2 ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസവും ഒരു ഇവൻ നമ്പർ ആയിരിക്കും. ഇനി ഒരു ഇവനും ഒരു ഓഡ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഒരു ഇവൻ നമ്പർ ആയിട്ട് 8 എടുക്കുന്നു, ഒരു ഓഡ് നമ്പർ ആയിട്ട് 5 എടുക്കുന്നു. 8ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയായി? 3 ആണ്. 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. ഇനി മറ്റൊരു ഇവനും ഓഡും എടുക്കാം. 10 ഒരു ഇവൻ നമ്പർ ആണ്, 3 ഒരു ഓഡ് നമ്പർ ആണ്. 10ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 7. നമുക്ക് എന്താണ് കിട്ടിയത്? ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ ഇവനും ഓടും അല്ലെങ്കിൽ ഓടും ഇവനും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് സെന്റൻസ് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? The difference between two even numbers and two odd numbers is even number. അതുപോലെ the difference between one even and one odd number is odd number. അങ്ങനെ എഴുതിക്കൂടെ? ഇനി നമ്മൾ രണ്ട് കേസസ് ആണ് എഴുതുന്നത്. ഒന്നാമത്തെ കേസ്, in an arithmetic sequence with even common difference. കോമൺ ഡിഫറൻസ് ഇവൻ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം രണ്ടക്ക സംഖ്യയായിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്കറിയാം, രണ്ട് ഇവൻ നമ്പർ തമ്മിലുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ രണ്ട് ഓഡ് നമ്പർ തമ്മിലുള്ള വ്യത്യാസമോ മാത്രമാണ് ഒരു ഇവൻ നമ്പർ ആവുക. അപ്പൊ കോമൺ ഡിഫറൻസ് ഇവൻ നമ്പർ ആണെങ്കിൽ ആ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം എങ്ങനെയായിരിക്കും? ഒരു ടേം ഓഡ് നമ്പർ ആണെങ്കിൽ ആ അരിത്മെറ്റിക് സീക്വൻസിലെ ബാക്കി എല്ലാ ടേമുകളും ഓഡ് നമ്പർ ആയിരിക്കും. അതുപോലെ ഒരു ടേം ഇവൻ നമ്പർ ആണെങ്കിലോ ആ അരിത്മെറ്റിക് സീക്വൻസിലെ ബാക്കി എല്ലാ ടേമുകളും ഇവൻ നമ്പർ ആയിരിക്കും. അപ്പോ ഇങ്ങനെ ഒരു, അതായത് കോമൺ ഡിഫറൻസ് ഇവൻ നമ്പർ അല്ലെങ്കിൽ ഒറ്റക്ക സംഖ്യ രണ്ടക്ക സംഖ്യ ആയിട്ടുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഒരിക്കലും ഒരു ഓഡ് നമ്പർ മാത്രമായിട്ട് വരികയില്ല. ഇനി രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി, കോമൺ ഡിഫറൻസ് ഓഡ് നമ്പർ ആണ് അഥവാ ഒറ്റക്ക സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ആ അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് എങ്ങനെയാണ് വരിക? ഫസ്റ്റ് ടേം ഓഡ് നമ്പർ ആണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. തേർഡ് ടേം വീണ്ടും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. കാരണം ഒരു ഈവനും ഒരു ഓടും കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഓഡ് നമ്പർ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടുക. അപ്പോ ആദ്യത്തേത് ഈവൻ ആണെങ്കിൽ രണ്ടാമത്തത് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. മൂന്നാമത്തത് വീണ്ടും ഈവൻ നമ്പർ ആയിരിക്കും. നാലാമത്തത് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് കേസിലാവുമ്പോഴും സെക്കൻഡ് കേസിലാവുമ്പോഴും ഒറ്റ സിംഗിൾ ടേം മാത്രം ഓഡ് നമ്പർ ആയിട്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസ് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore, in an arithmetic sequence where all the terms are natural numbers, only one term cannot be an odd number. അതായത് പദങ്ങളെല്ലാം എണ്ണൽ സംഖ്യകളായ ഒരു സമാന്തര ശ്രേണിയിൽ ഒരേ ഒരു പദം മാത്രം ഒറ്റ സംഖ്യ ആവുകയില്ല. ഇത് 9ാമത്തെ ചോദ്യത്തിന്റെ പ്രൂഫാണ്. The difference between two even numbers or two odd numbers is an even number. The difference between one even number and one odd number is an odd number. Therefore, in an arithmetic sequence with even common difference, if one term is an odd number, then all the terms will be an odd numbers. In an arithmetic sequence with odd common difference, if the first term is an odd number, the second term is an even number, and the third term is again an odd number,
Therefore, in an arithmetic sequence where all the terms are natural numbers, only one term cannot be an odd number. രണ്ട് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരു ഇരട്ട സംഖ്യയാണ്. ഒരു ഇരട്ട സംഖ്യയും ഒരു ഒറ്റ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഒരു ഒറ്റ സംഖ്യയാണ്. അതിനാൽ ഇരട്ട പൊതുവ്യത്യാസമുള്ള ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദം ഒറ്റ സംഖ്യയാണെങ്കിൽ എല്ലാ പദങ്ങളും ഒറ്റ സംഖ്യകളായിരിക്കും. ഒറ്റ പൊതുവ്യത്യാസമുള്ള ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യ പദം ഒറ്റ സംഖ്യയാണെങ്കിൽ രണ്ടാമത്തെ പദം ഒരു ഇരട്ട സംഖ്യയും മൂന്നാമത്തെ പദം വീണ്ടും ഒരു ഒറ്റ സംഖ്യയുമാണ്. അതിനാൽ എല്ലാ പദങ്ങളും സ്വാഭാവിക സംഖ്യകളായ ഒരു ഗണിത ശ്രേണിയിൽ ഒരു പദം മാത്രം ഒറ്റ സംഖ്യയാകാൻ കഴിയില്ല. ഇനി 10ാമത്തെ ചോദ്യം. The fifth term of an arithmetic sequence is 10 and the 11th term is 30. What is the 23rd term of this sequence? Calculate the sum of first 27 terms of this sequence. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 10ഉം 11ാം പദം 30ഉമാണ്. ഈ ശ്രേണിയുടെ 23ാം പദം എന്താണ്? ഈ ശ്രേണിയുടെ ആദ്യത്തെ 27 പദങ്ങളുടെ തുക കണക്കാക്കുക. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫിഫ്ത് ടേം തന്നിട്ടുണ്ട്. 5ാമത്തെ പദം ഫിഫ്ത് ടേം ഈക്വൽ ടു 10. അതുപോലെ 11th ടേമും തന്നിട്ടുണ്ട്. 11ാമത്തെ പദം 11th ടേം 30. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസും അതുപോലെ ഫസ്റ്റ് ടേമും പൊതുവ്യത്യാസവും ആദ്യ പദവും കണ്ടുപിടിക്കണം. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേമുകളുടെ പൊസിഷനുകളും അതുപോലെ ടേംസും തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുക? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് അഥവാ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പൊസിഷൻ ഡിഫറൻസ് പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി ടേം ഡിഫറൻസ് എത്രയാ വരുന്നത്? 30 - 10. പൊസിഷൻ ഡിഫറൻസ് 30ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 11ആണ്. 10ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 5ആണ്. 30ൽ നിന്ന് 10 പോയാൽ എത്രയാണ്? 20ആണ്. 11ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 6ആണ്. 20/6 എന്ത് വരും? 20ന്റെ പകുതി 10ആണ്. 6ന്റെ പകുതി 3ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 10/3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫിഫ്ത് ടേം എത്രയാണ്? 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഫിഫ്ത് ടേം ഈക്വൽ ടു 10. nth ടേം കാണാൻ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് f + n - 1 × d എന്നും രണ്ടാമത്തത് dn + f - d എന്നും. കോമൺ ഡിഫറൻസോ അല്ലെങ്കിൽ ഫസ്റ്റ് ടേമോ തരാത്ത പ്രോബ്ലംസിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കോമൺ ഡിഫറൻസും പൊതുവ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനല്ലേ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്ത് വരും? f + n - 1 എന്ന് പറയുന്നത് n 5 ആണ്. അപ്പൊ 5ൽ നിന്ന് 1 പോയാൽ 4d ഈക്വൽ ടു 10. f + 4 × d എത്രയാ? കോമൺ ഡിഫറൻസ് 10/3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈക്വൽ ടു 10. f + 4 × 10 40/3 ഈക്വൽ ടു 10. Therefore f ഈക്വൽ ടു 10 - 40/3. എന്താണ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് 10 × 3 30. ഈ മൈനസ് അതുപോലെ എഴുതി. 40 × 1 40 ഹരിക്കണം 1 × 3 3. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 30ൽ നിന്ന് 40 പോയാൽ എത്രയാണ്? ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. അപ്പോൾ മൈനസ് 40 - 30 10 ആണ്. -10 ഹരിക്കണം 3. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 10/3 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം -10/3 ആണ്. ഇനി ആദ്യത്തെ ചോദ്യം. വാട്ട് ഈസ് ദ 20th ടേം ഓഫ് ദി സീക്വൻസ്? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 23ാമത്തെ പദം. ഇക്വേഷൻ എന്താണ്? f + n - 1 എന്ന് പറയുമ്പോൾ 23ൽ നിന്നും 1 പോയാൽ 22d ഈക്വൽ ടു f എത്രയാണ്? -10/3 പ്ലസ് 22 × d എത്രയാണ്? 10/3 ഈക്വൽ ടു -10/3 പ്ലസ് 22 × 10 220/3. ഇനി ഇവിടെ രണ്ടിലും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് നേരിട്ടിട്ട് ആഡ് ചെയ്തൂടെ? 220ൽ നിന്നും 10 പോയാൽ എത്രയാണ്? 210 ഹരിക്കണം 3. 210 ഹരിക്കണം 3 എത്രയാണ്? 70. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 23ാം പദം എത്രയാണ്? 70 ആണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 27 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. അതായത് ആദ്യത്തെ 27 പദങ്ങളുടെ തുക. സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ×
2f പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ഇവിടെ n എത്രയാണ്? 27 ആണ്. 27/2 ഇൻറ്റു 2f എന്ന് പറയുന്ന ഫസ്റ്റ് ടേം -10/3 പ്ലസ് n-1 എന്ന് പറയുന്നത് 27 നിന്നും 1 പോയാൽ 26 ഇൻറ്റു കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 10/3 ഈക്വൽ ടു 27/2 ഇൻറ്റു 2 ഇൻറ്റു -10 എന്ത് വരും? -20/3 പ്ലസ് 26 ഇൻറ്റു 10 260/3 ഈക്വൽ ടു 27/2 ഇൻറ്റു ഇവിടെയും രണ്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് മുകളിലെ സംഖ്യകൾ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ആഡ് ചെയ്യാം. 260 നിന്നും 20 പോയാൽ എത്രയാണ്? 240 ഹരിക്കണം 3 ഈക്വൽ ടു 27/2 ഇൻറ്റു 240 ഹരിക്കണം 3 എത്രയാണ്? 80. ഇനി 80ന്റെ പകുതി 27 ഇൻറ്റു 80ന്റെ പകുതി എത്രയാ? 40. 27 ഇൻറ്റു 40 എത്രയാണ്? 1080. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 27 പദങ്ങളുടെ തുക 1080 ആണ്. ഇനി 10ാമത്തെ ചോദ്യത്തിലെ ബി ക്വസ്റ്റ്യൻ. The sum of 7th and 15th term of an arithmetic sequence is 50. What is the 11th term? If the common difference of such an arithmetic sequence is 3, what is the 13th term? What is the sum of the first 25 terms? ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെയും 15ാം പദത്തിന്റെയും തുക 50 ആണ്. ശ്രേണിയുടെ 11ാം പദം എന്താണ്? ഇത്തരം ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം 3 ആണെങ്കിൽ 13ാം പദം എന്താണ്? ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണക്കാക്കുക. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? സം ഓഫ് 7th 7ാമത്തെ പദം ആൻഡ് 15th ടേം 15ാമത്തെ പദവും കൂട്ടിയാൽ 50 ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ 11th ടേം? 11ാം പദം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? f പ്ലസ് n-1 ഇൻറ്റു ഡി ഈക്വൽ ടു f പ്ലസ് n-1 എന്ന് പറയുന്നത് 11ൽ നിന്ന് 1 പോയാൽ 10d. ഇതാണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? 7th ടേമും അതുപോലെ 15th ടേമും 15ാം പദവും കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണെന്ന് തന്നിട്ടുണ്ട്. 7th ടേമിന്റെ nth ടേം ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? f പ്ലസ് 7ൽ നിന്ന് 1 പോയാൽ 6d പ്ലസ് 15ാം പദത്തെ നമുക്ക് എങ്ങനെ എഴുതാം? f പ്ലസ് 15ൽ നിന്ന് 1 പോയാൽ 14d ഈക്വൽ ടു 50. എഫും എഫും കൂട്ടിയാൽ എന്ത് വരും? 2f പ്ലസ് 6ഉം 14ഉം കൂട്ടിയാൽ എത്ര വരും? 20d ഈക്വൽ ടു 50. എല്ലാത്തിനെയും 2 കൊണ്ട് ഹരിച്ചൂടെ? എല്ലാ ടേംസിനെയും 2 കൊണ്ട് ഹരിച്ചാൽ 2/2 1 f പ്ലസ് 20ന്റെ പകുതി എത്രയാ? 10 ഈക്വൽ ടു 50ന്റെ പകുതി എത്രയാ? 25. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 11th ടേം ആണ്. 11th ടേം എന്ന് പറയുന്നത് f പ്ലസ് 10d ആണ്. f പ്ലസ് 10d നമുക്ക് എന്താണ് കിട്ടിയത്? 25 ആണ്. Therefore നമുക്ക് എന്ത് പറയാം? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 11ാം പദം അഥവാ 11th ടേം എത്രയാണ്? 25 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. If the common difference of such an arithmetic sequence is 3, ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 ആണ്. വാട്ട് ഈസ് ദ 13th ടേം? 13ാമത്തെ പദമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 13ാമത്തെ പദം കാണണമെങ്കിൽ നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കൂടി കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ f പ്ലസ് 10d ഈക്വൽ ടു 25 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ d 3 ആണെന്ന് തന്നു. ഇനി ഇതിൽ നിന്ന് f കണ്ടുപിടിച്ചൂടെ? അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. f പ്ലസ് 10d ഈക്വൽ ടു 25. f പ്ലസ് 10 ഇൻറ്റു 3 d 3 ആണല്ലോ ഈക്വൽ ടു 25. f പ്ലസ് 10 ഇൻറ്റു 3 എത്രയാ? 30 ഈക്വൽ ടു 25. Therefore f ഈക്വൽ ടു 25. ഈ 30 ഈ സൈഡിലേക്ക് വരുമ്പോൾ -30. 25 ചെറുതും 30 വലുതുമായതുകൊണ്ട് മൈനസ് 30ൽ നിന്ന് 25 പോയാൽ -5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? f ഈക്വൽ ടു -5. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം -5ഉം കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 13th ടേം. 13th ടേം ഈക്വൽ ടു f പ്ലസ് 13ൽ നിന്ന് 1 പോയാൽ 12d. f എത്രയാണ്? -5 പ്ലസ് 12 ഇൻറ്റു 3 ഈക്വൽ ടു -5 പ്ലസ് 12 ഇൻറ്റു 3 എത്രയാണ്? 36. 36 -5 എന്ത് വരും? 31. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 13ാമത്തെ പദം എത്രയാണ്? 31 ആണ്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്?
സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്, ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d ഈക്വൽ ടു n എത്രയാണ്? 25/2 ഇൻറ്റു 2f ഫസ്റ്റ് ടേം എത്രയാണ്? -5 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 25 നിന്ന് 1 പോയാൽ 24 ഇൻറ്റു d എന്ന് പറയുന്നത് 3 ആണ്. ഈക്വൽ ടു 25/2 ഇൻറ്റു 2 ഇൻറ്റു -5 എന്ത് വന്നു? -10 പ്ലസ് 24 ഇൻറ്റു 3 എത്രയാണ്? 72 ഈക്വൽ ടു 25/2 ഇൻറ്റു -10 പ്ലസ് 72 എന്ത് വരും? 72 നിന്നും 10 പോയാൽ 62. 25 ഇൻറ്റു 62/2, 62ന്റെ പകുതി എത്രയാണ് വരിക? 31. 25 ഇൻറ്റു 31 എത്ര വരും? 775. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എത്രയാണ്? 775 ആണ്. 11ാമത്തെ ചോദ്യം. A person is asked to say a 2-digit number which is a multiple of 3. What is the probability that it is an odd number? What is the probability that it is a multiple of 6? What is the probability that it is a multiple of 9? ഒരാളോട് 3ന്റെ ഗുണിതമായ ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഈ സംഖ്യ ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എന്താണ്? ഈ സംഖ്യ 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യത കണക്കാക്കുക. ഈ സംഖ്യ 9ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എന്താണ്? അപ്പോ നമുക്കറിയാം പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഈക്വൽ ടു, അഥവാ സാധ്യത എന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് അഥവാ അനുകൂല സംഭവങ്ങളുടെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്, ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരാളോട് ഒരു 2 ഡിജിറ്റ് നമ്പർ പറയുകയാണ്. ആ 2 ഡിജിറ്റ് നമ്പർ 3ന്റെ ഗുണിതമാവണം. അതായത് ആ 2 ഡിജിറ്റ് നമ്പറിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം 0 ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 3ന്റെ ഗുണിതമായി 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതുക. 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സുകളെയാണ് നമ്മൾ 2 ഡിജിറ്റ് നമ്പർ അഥവാ രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ 10 കഴിഞ്ഞിട്ടുള്ള 3ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 10 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 11 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 12 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് കഴിഞ്ഞാൽ 15 3ന്റെ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയാലും മതി. 12 എന്ന് പറയുന്നത് 3 × 4 ആണ് 12. 3 × 5 15 ആണ്. 3 × 6 എത്രയാണ്? 18 ആണ്. 3 × 7 എത്രയാണ്? 21 ആണ്. 3 × 8 എത്രയാണ്? 24 ആണ്. 3 × 9 എത്രയാണ്? 27 ആണ്. എക്സെട്ര. അങ്ങനെ എത്ര വരെ വരും? 99 എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ 12 15 18 21 24 എക്സെട്ര 99 വരെയാണ് 3ന്റെ ഗുണിതമായിട്ടുള്ള രണ്ടക്ക സംഖ്യകൾ വരുന്നത്. അപ്പൊ ഈ നമ്പേഴ്സ് നിന്നാണ് ഒന്ന് എന്ത് ചെയ്യാൻ പറയുന്നത്? സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പ്രോബബിലിറ്റി എന്ന പാഠത്തിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് ആണ്. അതായത് ഇവിടെ 12 മുതൽ 99 വരെ എത്ര 3ന്റെ മൾട്ടിപ്പിൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇത് ആക്ച്വലി ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയല്ലേ? കാരണം 15ൽ നിന്ന് 12 പോയാൽ 3 ആണ്, 18ൽ നിന്ന് 15 പോയാൽ 3 ആണ്, 21ൽ നിന്ന് 18 പോയാൽ 3 ആണ്. അതായത് ഇതിന്റെ എല്ലാം കോമൺ ഡിഫറൻസുകൾ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണെന്ന് പറയാം. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ തന്നു കഴിഞ്ഞാൽ ആ അരിത്മെറ്റിക് സീക്വൻസിലുള്ള നമ്പർ ഓഫ് ടേംസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? അതിന്റെ ഇക്വേഷൻ ആണ് n = L - f/d + 1. L എന്ന് പറയുന്നത് അവസാന പദം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം, f എന്ന് പറയുന്നത് ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം, ഈക്വൽ ടു ഇവിടെ ലാസ്റ്റ് ടേം 99, ഫസ്റ്റ് ടേം 12, കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3 + 1. 99ൽ നിന്ന് 12 പോയാൽ 87/3 + 1. 87 ഹരിക്കണം 3 എത്രയാണ്? 29 + 1 30. അതായത് ഈ പ്രോബ്ലത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് അഥവാ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം എത്രയാണ്? 30 എണ്ണമാണ്.
ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ? അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആ നമ്പർ ഒരു ഓഡ് നമ്പർ അഥവാ ഒരു ഒറ്റക്ക സംഖ്യയാവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ പ്രോബിലിറ്റി ഓഫ് ആൻ ഓഡ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ? നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്, അതായത് ഈ സീക്വൻസിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് 30 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഈ 12 ഓടാണോ ഇവൻ ആണോ? അത് രണ്ടക്ക സംഖ്യയാണ്, അഥവാ ഇവൻ നമ്പർ ആണ്. 15 ഒരു ഓഡ് നമ്പർ ആണ്. 18 വീണ്ടും ഒരു ഇവൻ നമ്പർ ആണ്. 21 ഓഡ് നമ്പർ ആണ്. 24 ഇവൻ നമ്പർ അഥവാ രണ്ടക്ക സംഖ്യയാണ്. 27 ഒറ്റക്ക സംഖ്യയാണ്. അതായത് ഇത് എങ്ങനെ വരുന്നത്? ഇവൻ ഓഡ് ഇവൻ ഓഡ് ഇവൻ ഓഡ്, ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ 30 സംഖ്യകളിൽ 15 ഇവൻ നമ്പേഴ്സ് അഥവാ രണ്ടക്ക സംഖ്യകളും 15 ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകളും ആയിരിക്കില്ലേ? അപ്പോ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് എത്രയാ? 15/30. ഇനി രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6? 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് മുകളിൽ തന്നിട്ടുള്ള ആ നമ്പേഴ്സിൽ 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6, 6ന്റെ ഗുണിതമായ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്, ആകെയുള്ള സംഖ്യകളുടെ എണ്ണം. ആകെയുള്ള സംഖ്യകളുടെ എണ്ണം 30 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 6ന്റെ ഗുണിതങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ 12 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതെ. അപ്പൊ 12. 15 6ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 18 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതെ. കാരണം 6 ഇൻറ്റു 3 ആണ് 18. 21 6ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 24 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 ഇൻറ്റു 4 ആണ് 24. അപ്പോ ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? 12 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 15 6ന്റെ മൾട്ടിപ്പിൾ അല്ല. 18 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 21 6ന്റെ മൾട്ടിപ്പിൾ അല്ല. 24 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 27 6ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതും എങ്ങനെയാണ്? ഇവൻ ഓഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ 6ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ല, ആണ്, അല്ല, ആ ഒരു രീതിയിലാണ് വരുന്നത്. അതായത് ഇതിലെ 30 ടേംസിൽ പകുതി എണ്ണം 15 എണ്ണം 6ന്റെ മൾട്ടിപ്പിൾ അല്ല, 15 എണ്ണം 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6 എങ്ങനെ എഴുതാം? 15. അപ്പൊ ഉത്തരം പ്രോബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6, 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എന്താണ്? 15/30 ആണ്. മൂന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9? ഇനി 9ന്റെ ഗുണിതമാവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മുകളിൽ തന്നിട്ടുള്ള നമ്പേഴ്സിൽ നിന്ന് 9ന്റെ മൾട്ടിപ്പിൾസ് അഥവാ 9ന്റെ ഗുണിതങ്ങൾ എത്ര വരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ എൻ ഓഫ് ടോട്ടൽ. എൻ ഓഫ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എത്രയാണ്? 30. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇവിടെ 12 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. കാരണം നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 9 ഇൻറ്റു 1 എത്രയാ? 9 ആണ്. ഇനി 9 ഇൻറ്റു 2 എത്രയാണ്? 18 ആണ്. 9 ഇൻറ്റു 3 എത്രയാണ്? 27 ആണ്. ഇനി അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ 2 സംഖ്യകൾ കഴിഞ്ഞിട്ടാണ് 9ന്റെ മൾട്ടിപ്പിൾ വരുന്നത്. വീണ്ടും 2 സംഖ്യകൾ കഴിഞ്ഞിട്ടാണ് 9ന്റെ മൾട്ടിപ്പിൾ വരുന്നത്. ഇനിയും 2 സംഖ്യകൾ കഴിഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ വരും. അപ്പൊ അതായത് ഇവിടെ നമുക്കറിയാം ടോട്ടൽ 30 ടേംസ് അഥവാ 30 പദങ്ങളാണ് ഉള്ളത്. അതിൽ കറക്റ്റ് മൂന്നാമത്തെ സംഖ്യയാണ് 9ന്റെ മൾട്ടിപ്പിൾ ആവുന്നത്. അപ്പൊ 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത്. ഇത് കാണാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്. എന്താണ്? 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുക. 9 ഇൻറ്റു 1 എത്രയാ? 9. 9 ഇൻറ്റു 2 എത്രയാണ്? 18. 9 ഇൻറ്റു 3 27. 9 ഇൻറ്റു 4 36. 9 ഇൻറ്റു 5 45. 9 ഇൻറ്റു 6 54. 9 ഇൻറ്റു 7 63. 9 ഇൻറ്റു 8 72. 9 ഇൻറ്റു 9 81. 9 ഇൻറ്റു 10 90. 9 ഇൻറ്റു 11 99. ഇനി വരുന്നത് 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ഈ 9 എന്താണ്? 1 ഡിജിറ്റ് നമ്പർ ആണ്, അതുകൊണ്ട് അത് പറ്റില്ല. അപ്പൊ ഇത്രയും ടേംസ് ആണ് എന്ത് ചെയ്യുന്നത്? 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ടക്ക സംഖ്യകൾ. ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് 10/30. ഇതേപോലെ തന്നെ 6ന്റെ മൾട്ടിപ്പിളും ഇങ്ങനെ തന്നെ നമുക്ക് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയിട്ട് അപ്പോൾ രണ്ടക്ക സംഖ്യകൾ 15 എണ്ണം ഉണ്ടാവും. ഇതുപോലെ 6 ഇൻറ്റു 1 6, 6 ഇൻറ്റു 2 12, 6 ഇൻറ്റു 3 18. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ 15 രണ്ടക്ക സംഖ്യകൾ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടും. ഈ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഈ 15 എന്നത് കണ്ടുപിടിക്കാം. അതായത് അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 9 എത്രയാണ്? 10/30 ആണ്. 11ാമത്തെ ബി ക്വസ്റ്റ്യൻ.
Each of two boxes contains slips of papers with numbers 1 to 10 written on them. If one slip is taken from each box, what is the probability that the product of the numbers is a prime number? What is the probability that the product of the numbers is a power of 2? അതായത് രണ്ട് പെട്ടികളിൽ ഓരോന്നിലും 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതിയ 10 കടലാസ് കഷ്ണങ്ങൾ വീതമുണ്ട്. ഇതിൽ നിന്നും ഓരോ കടലാസ് കഷ്ണങ്ങൾ വീതം എടുത്താൽ അവയുടെ ഗുണനഫലം അഭാജ്യ സംഖ്യയാവാനുള്ള സാധ്യത എന്താണ്? അവയുടെ ഗുണനഫലം 2ന്റെ കൃതിയാവാനുള്ള സാധ്യത എന്താണ്? അപ്പോ ഇവിടെ എങ്ങനെയാണ്? 2 ബോക്സസ് ആണ്. 2 ബോക്സുകളിലായിട്ട് 1 മുതൽ 10 വരെയുള്ള സ്ലിപ്പുകൾ ഇട്ടിട്ടുണ്ട്. 1 to 10, 1 to 10 സ്ലിപ്പുകൾ വരെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ 2 ബോക്സിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് ആണ്. പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ്, അനുകൂല ജോഡികളുടെ എണ്ണം, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, ആകെയുള്ള ജോഡികളുടെ എണ്ണം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, ആകെയുള്ള ജോഡികളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഒന്നാമത്തെ ബോക്സിൽ എത്ര പേപ്പർ സ്ലിപ്പുകൾ ഉണ്ട്? 10 പേപ്പർ സ്ലിപ്പുകൾ ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ബോക്സിലും 10 പേപ്പർ സ്ലിപ്പുകൾ ഉണ്ട്. ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കിട്ടും. 10 × 10 എത്രയാണ്? 10 × 10 100 അതായത് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്ര ഉണ്ട്? 100 ജോഡികളാണ്. ഇനി ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് എ പ്രൈം നമ്പർ? അതായത് ഈ 2 ബോക്സിൽ നിന്ന് നമ്മൾ ഓരോ സ്ലിപ്പ് വീതം എടുക്കും. ആ സ്ലിപ്പിൽ എഴുതിയ നമ്പേഴ്സിന്റെ ഗുണിതം പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യയാവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് എ പ്രൈം നമ്പർ, അഥവാ സംഖ്യകളുടെ ഗുണനം ഒരു അഭാജ്യ സംഖ്യയാവാനുള്ള സാധ്യത n ഓഫ് പ്രൈം നമ്പർ പെയേഴ്സ്. അങ്ങനെ എഴുതാം. എക്സാമിന് എഴുതുന്ന സമയത്ത് n ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് എ പ്രൈം നമ്പർ എന്ന് തന്നെ എഴുതണം. പ്രൈം നമ്പർ പെയേഴ്സ് അഥവാ അഭാജ്യ സംഖ്യ കിട്ടാനുള്ള ജോഡികൾ. n ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. n ഓഫ് ടോട്ടൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാണ്? 100. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 2 സ്ലിപ്പുകളിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈം നമ്പർ കിട്ടും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ. ഏത് നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക? ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ടും അതുപോലെ 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ കഴിയൂ എങ്കിൽ ആ നമ്പേഴ്സുകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. ഇനി രണ്ടാമത്തെ പ്രൈം നമ്പർ 3, 5, 7, 11, 13 എക്സെട്ര. ഇത്രയുമാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇത്രയും സംഖ്യകളെ ആ സംഖ്യ കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രമേ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 2 പ്രൊഡക്റ്റ് ആയി കിട്ടണം. അതായത് 2 സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ 2 ഗുണനഫലമായി കിട്ടുന്ന പെയേഴ്സുകൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം 2നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുക? 1 × 2 ചെയ്താൽ കിട്ടും. അതുപോലെ 2 × 1 ചെയ്താലും കിട്ടും. വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടുകയില്ല. അപ്പൊ 1, 2 ഒരു പെയറാണ്, 2, 1 മറ്റൊരു പെയറാണ്. ഇനി അതുപോലെ തന്നെ 3നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഗുണിച്ചാൽ കിട്ടും? 1 × 3 ചെയ്താൽ കിട്ടും, 3 × 1 ചെയ്താൽ കിട്ടും. അപ്പൊ ഏതൊക്കെയാണ്? 1, 3, 3, 1. ഇനി 5നെ 1 × 5 ചെയ്താൽ കിട്ടും, 5 × 1 ചെയ്താലും കിട്ടും. അപ്പോ 1, 5, 5, 1. ഇനി 7നെയോ 1 × 7 ചെയ്താലും കിട്ടും, 7 × 1 ചെയ്താലും കിട്ടും. വേറെ ഒരു സംഖ്യകൾ ഗുണിച്ചാലും നമുക്ക് 7 കിട്ടില്ല. അപ്പൊ 1, 7, 7, 1. ഇനി 11നെ നമുക്ക് 1 × 11 ചെയ്താലും 11 × 1 ചെയ്താലും കിട്ടും. പക്ഷെ നമുക്ക് പെയർ ആക്കി എഴുതാൻ സാധിക്കുമോ? ഇല്ല. കാരണം 11 എന്നൊരു പേപ്പർ സ്ലിപ്പ് നമുക്ക്
ഇല്ല, കാരണം 1 മുതൽ 10 വരെയുള്ള പേപ്പർ സ്ലിപ്പുകൾ മാത്രമേ 2 ബോക്സുകളിലായിട്ടുള്ളൂ. 11 എന്ന നമ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും പെയേഴ്സുകൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ കിട്ടുന്നത്. അപ്പൊ എത്ര പെയേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. അതായത് 8 ജോഡികളുടെ ഗുണനഫലം എന്നത് ഒരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യയാണ്. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 8/100 ആണ് ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് എ പവർ ഓഫ് 2? വീണ്ടും പെയേഴ്സുകളുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് എ പവർ ഓഫ് 2. 2ന്റെ കൃതിയാവാനുള്ള സാധ്യത ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് പവർ ഓഫ് 2 പെയേഴ്സ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാണ്? 100 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെയേഴ്സുകൾ ഗുണിച്ചു കഴിഞ്ഞാൽ 2ന്റെ കൃതി കിട്ടുന്ന ജോഡികൾ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പവർ ഓഫ് 2 കണ്ടുപിടിക്കാം. പവർ ഓഫ് 2 അഥവാ 2ന്റെ കൃതികൾ. 2/1 എന്താണ്? 2 തന്നെയാണ്. ഇനി 2/2 എത്രയാ? 2ന്റെ സ്ക്വയർ 4 ആണ്. 2/3 എന്താണ്? 2 × 2 × 2 എത്ര വരും? 8. 2/4 എന്താണ്? 2 × 2 × 2 × 2. 4 2കൾ ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 16. 2/5 എത്രയാണ്? 5 2കൾ ഗുണിച്ചു കഴിഞ്ഞാൽ 32. ഇനി 2/6 എന്താണ്? 6 2കൾ ഗുണിച്ചു കഴിഞ്ഞാൽ 64. 2/7 എത്രയാണ്? 7 2കൾ ഗുണിച്ചു കഴിഞ്ഞാൽ 128. ഇനി നമുക്ക് 2 കിട്ടാൻ സാധ്യതയുള്ള പെയേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് നമുക്ക് 2 കിട്ടുക? 1 × 2 ചെയ്താൽ കിട്ടും, അതുപോലെ 2 × 1 ചെയ്താലും കിട്ടും. അപ്പൊ അവിടെ നമുക്ക് 2 പെയേഴ്സ് കിട്ടി. ഒന്ന് 1 2, ഒന്ന് 2 1. ഇനി 4 എങ്ങനെയൊക്കെയാണ് കിട്ടുക? 1 × 4 ചെയ്താലും 4 × 1 ചെയ്താലും കിട്ടും. ഇനിയോ 2 × 2 ചെയ്താൽ നമുക്ക് 4 കിട്ടില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 3 പെയേഴ്സ് കിട്ടി. 1 4, 4 1, 2 2. ഇനി 8, 1 × 8 ചെയ്താലും 8 × 1 ചെയ്താലും കിട്ടും. പിന്നെയോ 4 × 2 ചെയ്താൽ കിട്ടില്ലേ? അതുപോലെ തിരിച്ചും 2 × 4 ചെയ്താലും കിട്ടില്ലേ? അപ്പൊ 4 പെയേഴ്സ് ആണ് അവിടെ ഉള്ളത്. 1 8, 8 1, 4 2, 2 4. ഇനി 16. 1 × 16 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുമോ? ഇല്ല. കാരണം 16 എന്നൊരു സ്ലിപ്പ് നമ്മുടെ ബോക്സിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ 1 16 എന്നൊരു പെയർ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ 1 × 16 16 × 1 പറ്റില്ല. മറ്റേതൊക്കെ രീതിയിൽ നമുക്ക് 16നെ കണ്ടുപിടിക്കാം? 4 × 4 ചെയ്താൽ 16 കിട്ടില്ലേ? അതേപോലെ 2 × 8ഉം അതുപോലെ തന്നെ 8 × 2 ചെയ്താലും നമുക്ക് 16 കിട്ടില്ലേ? അപ്പൊ 3 ജോഡികൾ ഏതൊക്കെയാ? 4 4, 2 8, 8 2. ഇനി മറ്റേതെങ്കിലും രീതിയിൽ ചെയ്താൽ 16 കിട്ടുമോ? ഇല്ല. ഇനി 32. 1 × 32, 32 × 1 പറ്റില്ല. കാരണം 32 എന്നൊരു സ്ലിപ്പ് നമ്മുടെ ബോക്സുകളിൽ ഇല്ല. വേറെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് 32നെ ഗുണിക്കാൻ സാധിക്കുക? 8 × 4 32 അല്ലേ? അതേപോലെ തിരിച്ചും 4 × 8ഉം 32 ആണ്. ഇനി മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് 32നെ ഗുണിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അവിടെ 2 പെയേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് 8 4, ഒന്ന് 4 8. ഇനി 64. 64 ഇതുപോലെ 1 × 64 അല്ലെങ്കിൽ 64 × 1 ചെയ്യാൻ സാധിക്കില്ല. കാരണം 64 എന്ന സ്ലിപ്പ് നമ്മുടെ ബോക്സിൽ ഇല്ല. മറ്റേതൊക്കെ രീതിയിലാണ് നമുക്ക് 64നെ ഗുണിക്കാൻ സാധിക്കുക? 8 × 8 ചെയ്താൽ നമുക്ക് 64 കിട്ടില്ലേ? അപ്പൊ 8 8 ആണ് അവിടെ വരുന്ന ഒരു പെയർ. ഇനി വേറൊരു സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് 64 കിട്ടുന്നില്ല. ഇനി 128. 128 പ്രൊഡക്റ്റ് ആയിട്ട് വരില്ല. കാരണം ഇതിലെ അവസാനത്തെ പ്രൊഡക്റ്റ് അഥവാ ഗുണനഫലം, ഇതിലെ ലാസ്റ്റ് പെയർ ഏതൊക്കെയാണ്? 10ഉം 10ഉം ആണ്. 10ഉം 10 ഗുണിച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 100 ആണ് കിട്ടുന്നത്. അപ്പൊ 100 വരെയുള്ള പ്രൊഡക്റ്റ് മാത്രമേ അവിടെ വരികയുള്ളൂ. അതുകൊണ്ട് 128 വരില്ല. അപ്പൊ ഇത്രയും പെയേഴ്സുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പവർ ഓഫ് 2ന്റെ പെയേഴ്സുകളായിട്ട് വരുന്നത്. 1 2 2 1, 1 4 4 1, 2 2, 1 8 8 1, 4 2 2 4, 4 4 2 8 8 2, 8 4 4 8 8 8. എത്ര പെയേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പെയേഴ്സ്. ഉത്തരം എന്താണ്? 15/100.
അതായത് the probability that the product of numbers is a power of 2 is 15/100. അതായത് ഗുണനഫലം 2ന്റെ കൃതിയായ ജോഡികൾ 15/100 ആണ്.